സുധാകരനെ തിരികെ വിളിക്കൂ, അരമനക്കുണ്ടനെ അൾത്താരയിലേക്ക് മടക്കി വിടൂ. കെ സുധാകരനെ പോലെയുള്ള നട്ടലിനുറപ്പുള്ള KPCC പ്രസിഡന്റിന്റെ വില കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചറിയുന്ന കാലമാണിത്. KPCC എന്ന കപ്പലിനെ മീൻവെട്ടാൻ പൊക്കൊണ്ടിരുന്ന സുമതി തൻ്റെ പരിമിതമായ അറിവ് വെച്ച് തന്നാലായതുപോലെ നിയന്ത്രിക്കുന്നത് പോലെയാണ് അരമനക്കുണ്ടൻ നിയന്ത്രിക്കുന്നത്. വഴിയേ പോകുന്ന എല്ലാവരും കയറി പാർട്ടിയുടെ താടിക്കിട്ട് തട്ടുന്ന അവസ്ഥ. പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പ് പോയി എന്ന് മനസ്സിലാക്കിയ ഇന്നലെ വടകരയിൽ ഷാഫിയെ DYFI പ്രവർത്തകർ ആക്രമിച്ചു. മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ മോശമാണ് എന്ന് ഏതോ പ്രവർത്തകർ പറഞ്ഞപ്പോൾ സണ്ണിച്ചുട്ടൻ പറ്റാവുന്ന പോലെ പ്രതികരിക്കുന്നത് കാണുക. ആശാന് ടെൻഷൻ കാരണം രാത്രിയിൽ 2 ചെറുത് കീറിയിട്ടുണ്ട് എന്നുറപ്പാണ്. പക്ഷേ എത്ര കടുപ്പിച്ചിട്ടും ആശാൻ കലിപ്പിച്ചിട്ടും ഒരു ഗുമ്മില്ല. ഇവിടെയാണ് സുധാകരന്റെ ഗർജനത്തിന്റെ പ്രസക്തി. അൾത്താരയിൽ നിന്ന് സുവിശേഷ പ്രസംഗം നടത്തുന്നത് പോലെയുള്ള ആ അൾത്താര ബാലന്റെ പ്രസംഗം കേൾക്കുക. ശ്രീ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു പാർലമെന്റ് അംഗമാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം പങ്കെടുക്കാൻ പോയ പരിപാടി വടകരയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയാണ്. അവിടുത്തെ MLAയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പോകവെയാണ് CPMന്റെ ഗുണ്ടാ സംഘം ഈ അതിക്രമം നടത്തിയത്. കേരളത്തിലെ CPM നേതൃത്വം കോൺഗ്രസ് നേതാക്കന്മാരെയും ജനപ്രതിനിധികളെയും തടയുന്നതിനുള്ള വല്ല അപ്രഖ്യാപിത തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെയും പൗരാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. ഈ ക്രിമിനലുകൾ ഇത്തരത്തിൽ ഷാഫി പറമ്പലിനെതിരെ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ പോലീസ് ആ സംഭവം നോക്കി നിൽക്കുകയായിരുന്നു. പ്രതികളെ പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ നിയമ നടപടികൾക്ക് വിധേയരാക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഷാഫി പറമ്പലിനെതിരെ CPMന്റെ വിരോധം ഞങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ CPM കേരളത്തിൽ ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തിയ വടകരയിൽ അവരുടെ ഏറ്റവും ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെട്ട KK ശൈലജ ടീച്ചറെ 1.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ യുവ നേതാവാണ്. പാർലമെന്റ് അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രവർത്തനവും പുറമേയുള്ള ജനപ്രതിനിധി എന്നതിനുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതാവ് എന്നതിനുള്ള പ്രവർത്തനവും കേരളത്തിലെ ജനങ്ങളുടെ അകമഴിഞ്ഞ പ്രശംസയും അംഗീകാരവും പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. ഷാഫി പറമ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവാണ്, പ്രിയപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ അവഹേളിക്കാൻ, തടയാൻ CPM ശ്രമിച്ചത് തീക്കൊള്ളി കൊണ്ടുള്ള തലചൊറിച്ചിലാണ്. ഷാഫി ആ വെല്ലുവിളി നേരിടുക തന്നെ ചെയ്തു. കാറിന്റെ ഡോറ് തുറന്ന് ഇറങ്ങി CPM അക്രമികൾക്ക് എന്താണ് തന്നെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ അവര് പിന്തിരിയുകയാണ് ചെയ്തത്. പോലീസ് ഈ കാര്യങ്ങളെല്ലാം നോക്കുകുത്തികളായിട്ട് ആസ്വദിക്കുകയായിരുന്നു. രാഹുലിനെ കൊടുക്കുവാൻ, ആരെക്കൊണ്ടെങ്കിലും ഒരു പരാതി കൊടുപ്പിക്കുവാൻ സതീശൻ നെട്ടോട്ടം ഓടുകയാണിപ്പോൾ. ഒരു വശത്ത് രാഹുലിന്റെ ജനപിന്തുണ ഏറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും രാഹുലിനെ അകത്തിട്ടില്ലെങ്കിൽ തന്റെ കാര്യം പോക്കാണ് എന്ന് മനസ്സിലാക്കി സതീശൻ തന്റെ പറപ്പുപണികൾ തുടരുന്നത് കണ്ട് കലിപൂണ്ട ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. താങ്കൾ ഇന്ന് സതീശന്റെ വാർത്താ സമ്മേളനം കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് ഈ CPMന്റെ ഈ സ്ത്രീ പീഡനം പരാതികളുള്ള ഒരാളുടെ പോലും പേര് പറയാൻ സതീശന് ധൈര്യമില്ലാത്തത്? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എന്തൊരു മനുഷ്യനാണ്! പട്ടിനെ പറയണ പോലെ സതീശനെ നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞിട്ടും, കോൺഗ്രസ് നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞിട്ടും, ഈ CPMകാർ പേരെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടും ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ധൈര്യവുമില്ലാതെ ആണും പെണ്ണും കെട്ട രീതിയിൽ അവിടെ നിന്ന് വാർത്താ സമ്മേളനം നടത്തുക. എന്ത് വാർത്താ സമ്മേളനം? എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടണത്? വല്ല വിവരം ഉണ്ടോ അയാൾക്ക്? അല്ല, അയാളെ റിലേ പോയി എടുക്കണോ?
എന്തൊരു മനുഷ്യനാണ് അയാൾക്ക്. എന്തുകൊണ്ടാണ് CPM ഈ അഴിമതിക്കാരുടെ പേര് പറയാത്ര മടി, അല്ലെങ്കിൽ സ്ത്രീ പീഡകരുടെ പേര് പറയാത്ര മടി? എന്താ ഇയാൾ ആരെയും പേടിക്കുന്നേ? ആരോ പേടിച്ചിട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവരെന്തെങ്കിലും വിചാരിക്കും എന്നുള്ള ഭയമാണ്. ഇനി അതല്ല, അവരാരെങ്കിലും പേര് പറയരുത് എന്ന് പിണറായി വിജയൻ അവിടെ താക്കീത് കൊടുത്തിട്ടുണ്ടാ? എനിക്കിപ്പോൾ അതൊക്കെയാണ് സംശയം. പേര് പറഞ്ഞ പിടിച്ച് അകത്തോടൊന്നും പറഞ്ഞിട്ടുണ്ടാ സതീശനെ? ഇനി വേറെ ഏതെങ്കിലും CPM നേതാക്കന്മാരുടെ പേരെങ്ങാനും പറഞ്ഞ്, ശശി എന്നൊക്കെ പറയുന്നത് P ശശിയുടെ പേരൊക്കെ പറയാൻ കുറച്ച് ധൈര്യം വേണം. കാര്യം എന്താണെന്നറിയോ, ഇവിടെ ആഭ്യന്തരം ഭരിക്കുന്നത് അവനാണ്. സതീശനെ പിടിച്ച് അകത്തോടും ആ പേടിയുണ്ട് സത്യത്തിൽ. അല്ലെങ്കിൽ പിണറായി വിജയനോട് അപേക്ഷിച്ച് ഞാനൊരു വാർത്താ സമ്മേളനം നടത്തിക്കോട്ടെ, ആ വാർത്താ സമ്മേളനത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ എന്ന് ആരെയും പേടിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന പോലെ. ഒരു ചങ്കൂറ്റും ഉളുപ്പും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്? ആരെ ബോധ്യപ്പെടുത്താനാ? ആരെ മണിയടിക്കാനാ? എനിക്ക് മനസ്സിലാവേണ്ടത്. സത്യത്തിൽ കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു ആ വാർത്താ സമ്മേളനം കണ്ടിട്ട്. ഒരാളുടെ പോലും പേര് പറയാൻ ധൈര്യമില്ലെന്നേ. ഒരു MLA പോലും, ആ മുകേഷിന്റെ പേര് പറയാൻ ധൈര്യമില്ല. അയാൾ പറയാ ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഞാൻ ആരെയും പേര് പറയുന്നില്ല. ഉളുപ്പുള്ള ഒരു ഇയാൾക്കൊക്കെ നാണാവില്ലേ? ഇയാളൊക്കെ ആരെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി? കരുണാകരൻ മുരളീധരനെയോ മാത്യു കുഴൽനാടിനൊക്കെ പിടിച്ച് മറ്റേ പ്രതിപക്ഷ നേതാവാകട്ടെ, അവരൊക്കെ പേരെടുത്ത് പറഞ്ഞ് തന്നെ വിമർശിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ഇത് മുഖ്യമന്ത്രി എന്നല്ല, പിണറായി വിജയന്റെ പേര് പോലും പറയാൻ ഇന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് സതീശന്റെ പേരാ പറഞ്ഞത്. ഈ സതീശന് തിരിച്ചും പിണറായി വിജയൻ പേര് പറയാൻ ധൈര്യമില്ല. ഒരു MLA പേര് പറയാൻ ധൈര്യമില്ല. സ്ത്രീപീഡനത്തിലാകപ്പെട്ട ഒരു CPM നേതാക്കളുടെ പേര് പറയാൻ ധൈര്യമില്ല. ഇയാൾ പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്? വൃത്തികെട്ട. ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് പിണറായി വിജയൻ പ്രതികരിച്ചില്ല. എത്രയോ ദിവസങ്ങളായി ഈ വിഷയം ഉണ്ടായിട്ട് പിണറായി വിജയൻ പ്രതികരിച്ചേ ഇല്ല. ഇന്നാണ് പിണറായി വിജയൻ ഒന്ന് വന്ന് പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിൽ പോലും എന്തൊരു സോഫ്റ്റാണ്, എന്തൊരു സോഫ്റ്റായിട്ടാണ് പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയനെ കൊണ്ട് ഈ ഒരു സംഭവം സതീശൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ? നിങ്ങൾ എന്താ പ്രതികരിക്കാത്ത? നിങ്ങൾ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും. ഞാൻ മാത്രം പ്രതികരിക്കുമ്പോൾ അങ്ങനെ അണികളുടെ മുന്നിൽ നിന്ന് പോലും എനിക്ക് ഇങ്ങനെ ഒരുപാട് വിമർശനം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് പറയിപ്പിച്ചതാണോ പിണറായി വിജയനെ കൊണ്ട്? അങ്ങനെ പിണറായി വിജയൻ വന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ ഉടനെ സതീശന്റെ പത്രസമ്മേളനം. ഈ സതീശന്റെ പത്രസമ്മേളനത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖം ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ല. സതീശന്റെ മുഖം ഇതുപോലെ കണ്ടിട്ടില്ല. എന്തും നേരിടാനുള്ള ചങ്കൂറ്റത്തിലേക്ക് ഇന്നൊരു മുഖം സതീശൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ സതീശന് ഇരിക്കുന്ന ദയനീയ അവസ്ഥ കണ്ടാണല്ലോ സത്യം പറഞ്ഞ സങ്കടം തോന്നും. എന്തൊരു മനുഷ്യൻ! ഒരു മനുഷ്യന്റെ, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണയിൽ വിറച്ചിരിക്കുകയാണ് സതീശനൊക്കെ. സത്യത്തിൽ ഇവരൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയോളൂ, എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരു സ്ത്രീ പീഡന പരാതി വന്നിട്ട് ഇത്രയധികം ഒരു പിന്തുണ കിട്ടുന്ന ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടത്തില. അത്രയധികം പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണ കണ്ടപ്പോൾ സതീശനൊക്കെ അടി പതറി കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയനെ പറഞ്ഞത് നിങ്ങൾ പ്രതികരിക്കുക, ഞാനൊന്നും എന്നൊന്നും ഞാൻ പ്രതികരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഞങ്ങൾക്ക് പാർട്ടിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അണികൾ എനിക്ക് നേരെ തിരിയുന്നു, അപ്പം നിങ്ങളൊന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞ് പ്രതികരിപ്പിച്ച പോലെയാണ് ആര്? പിണറായി വിജയൻ എന്ന് പ്രതികരിച്ചത്. അപ്പോ സതീശനാണെങ്കിലോ ഒരക്ഷരം പോലെ, അതായത് പിണറായി വിജയൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതേ പറയാൻ പാടൂ എന്ന രൂപത്തിലാണ് ഇന്ന് മറ്റേ സതീശന്റെ വാർത്താ സമ്മേളനം. എന്താണ് അദ്ദേഹത്തിന് ആ മുഖം കണ്ടില്ലേ? ഒരു തുള്ളി ചോരയില്ല മുഖത്ത്. ആ രൂപത്തിലുള്ള ഒരു പ്രതികരണം. ഇത് ആരെയോ പേടിച്ച് എന്താ പറയാ, ആരോ നിർബന്ധിച്ച് പറയിപ്പിക്കുന്ന പോലെ ഉള്ളൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം പാർട്ടിയിൽ പെട്ട ഒരു ഒറ്റയാൾ പ്രതിപക്ഷം എന്ന് പറയാം. ഇന്ന് കേരളത്തിലെ ഒറ്റയാൾ പ്രതിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൽ യുവാക്കൾ ഉണ്ടാവില്ല. യുവാക്കൾ വേറെ പാർട്ടിയിലേക്ക് പോകുന്നോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ പാർട്ടിയിലേക്ക് പോകുന്നോ അല്ല. ഇന്ന് ഈ പാർട്ടിനെ പിടിച്ചു നിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവാണ്. ആ രാഹുൽ മാങ്കൂട്ടം വന്നതിന് ശേഷം ഈ പാർട്ടിയിൽ എത്രയോ യുവാക്കൾ പുതിയതായിട്ട് കടന്നു വന്നു, എത്രയോ സ്ത്രീകൾ, എത്രയോ കുട്ടികൾ, എത്രയോ ആളുകൾ ഈ പാർട്ടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അത് എന്താ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് എന്ത് വന്നാലും നേരിടാൻ ചാനലിലായിക്കോട്ടെ, പത്രസമ്മേളനത്തിലായിക്കോട്ടെ, ഇനി പത്രത്തിലായിക്കോട്ടെ, സമരത്തിലായിക്കോട്ടെ, എന്തിലായാലും കോൺഗ്രസിനെ ഏത് ആപത്ത് ഘട്ടത്തിലും പ്രതിരോധിച്ച് നിൽക്കുവാനും സംരക്ഷിക്കുവാനും ആംബിയറുള്ള വാക്കുകൾ കൊണ്ടായാലും സമരം കൊണ്ടായാലും ചർച്ചയിലായാലും ഈ പാർട്ടിയെ ഇന്ന് പിടിച്ചു നിർത്താൻ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടം ഒറ്റയാൾ പ്രതിപക്ഷമായി മാറി. ആ പ്രതിപക്ഷമായി മാറിയപ്പോഴാണ്, ഒറ്റയാൾ പ്രതിപക്ഷമായി മാറിയപ്പോഴാണ് സതീശനെ പോലുള്ള ആളുകൾക്ക് മുട്ട് വിറച്ചു തുടങ്ങിയത്.
പേടിച്ചു തുടങ്ങിയത്. അപ്പോഴാണ് ഒരു പരാതിയുമില്ലാത്ത, ഒരു കഴമ്പുമില്ലാത്ത ഈ ഗർഭിണി എന്ന് പറയുന്ന പെൺകുട്ടിയെ ലോകത്താരും കണ്ടിട്ടില്ല, ലോകത്ത് ഒരാളും കണ്ടിട്ടില്ല. ഒരു ചാനലിൽ പോലും മുഖം മറച്ച് പോലും ആ പെൺകുട്ടി വന്നിട്ടില്ല. മുഖം മറച്ച് പോലും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് തന്നെയാണ് ആ ട്രാൻസ് യുവതിയും പറയണതും അതുപോലെ തന്നെ റിനി പറയുന്നതും. ഇപ്പോഴും എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നത്. അങ്ങനെ ഒരാളുടെ ഒരു പരാതിയും ഇല്ലാത്ത ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ തന്നെയാണ് ഈ ഒരു ആരോപണത്തിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും വലിയൊരു നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച തന്നെ. എനിക്കൊരു സംശയം, ഇപ്പൊ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന ആ ആരോപണം തന്നെ ഇവർ ചമച്ചുണ്ടാക്കിയതാണോ, ഇവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ സംശയം. ഡോക്ടർ തോമസ് ഫ്രം ടെന്നസി, USA. അപ്പോൾ ഇവിടെ 3-4 ദിവസമായിട്ട് ഇപ്പം പല തിരക്കുകളുണ്ടെങ്കിലും സാറിൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക രാപ്പകൽ. കാരണം എന്തോ ഈ കുറച്ച് നാളുകളായിട്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം ഞാനിവിടെ US ഇരിക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ വലിയ ഒരു ആരാധനയോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. പക്ഷേ മനസ്സിലായൊരു കാര്യം, അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള, പോലീസിൻ്റെ അടിയും ഒക്കെ കൊണ്ടിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല, പാലക്കാട് ഇലക്ഷൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പം നിർത്താൻ ധൈര്യത്തോടു കൂടെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങ് വരെ കൊണ്ടുപോയ ആളല്ലേ. അപ്പം സതീശനും ബാക്കിയുള്ള കോൺഗ്രസ് ലീഡേഴ്സിനും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരു പരാതിയോ ഈ പറയുന്ന കോൺഗ്രസ്സിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിലെ പെൺകുട്ടികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇവർക്കത് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു നല്ല ഒരു അഭിപ്രായം, അദ്ദേഹത്തിന് ഒരു നല്ല ക്യാരക്ടർ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പാലക്കാടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലീഡേഴ്സ് പോലും ഷാഫി ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ കൈവിട്ടിരിക്കുമ്പോൾ സുനിൽ സാർ ചെയ്യുന്ന ഒരു കാര്യം വലിയൊരു കാര്യം. കാരണം രാഹുൽ ഒരു പിതാവ്, ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സിലേക്ക് ഇത്രയും നാൾ ഇറങ്ങി കഷ്ടപ്പെട്ട് കോൺഗ്രസിൻ്റെ യൂത്ത്, സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് ലീഡറല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയ ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തോട് ഈ കോൺഗ്രസ് പാർട്ടി, ബാക്കി BJP അല്ലെങ്കിൽ ഇടതുപക്ഷം അവരുടെ സമരമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം DYFIക്കാർ തന്നെ എന്തെല്ലാം ആണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ന്യൂസ് നോക്കിക്കൊണ്ട് അടൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മദറിൻ്റെ വീടാണ്. അടൂക്കൂടെ പ്രൈവറ്റ് ബസ്സിനകത്തൂടെ ഒരു കോഴിയം കൊണ്ടൊക്കെ, എന്താണ് ഈ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നാ അവർ ചെയ്യുന്നത്? എന്ത് മോശമായി കാണിക്കുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെടുത്ത് കൊണ്ടുപോയി കോഴിയെ കാണിക്കുക. ആ കോഴിയോട് തന്നെ ചെയ്യുന്നൊരു ദ്രോഹമല്ലേ അത്? വിശാലമായിട്ട് കൊത്തി തിന്ന് പറന്ന് നടക്കേണ്ട അതിനെ കെട്ടിപ്പിടിച്ച് ഇവന്മാരെണ്ണയെ കാണിക്കുന്നത്. പിന്നെ BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവർക്ക് ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. ഇപ്പം ഇടതുപക്ഷത്തിൽ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മുകേഷിൻ്റെ ആയാലും മറ്റുള്ള ഗണേഷിൻ്റെ ആയാലും ഒക്കെ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ സത്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്ത്, മുകേഷിനെതിരെ കേസുണ്ടായി നമ്മളെല്ലാം വിചാരിച്ച് രാജിവെക്കുമെന്ന് വിചാരിച്ച് ME ഗോവിന്ദൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് അവിടെ കൊണ്ട് തീർന്നു. ആ ഒറ്റ സെൻറ്റൻസിൽ കൂടെ തീർന്നു. അദ്ദേഹം കംപ്ലീറ്റ് കവചമൊരുക്കി. അതവർക്ക് ഇദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് കാര്യമൊന്നുമല്ല. അവരുടെ ഒരു MLA ആ സമയത്ത് രാജിവെപ്പിച്ചാൽ പാർട്ടിക്ക് തന്നെയാണ് ക്ഷീണമെന്ന് അവർക്ക് മനസ്സിലായുണ്ടോ? ആ ഒരു ബോധം സതീശനില്ലാതെ പോയി. ഇപ്പം സാറിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റാണ്. കാരണം സതീശന് ഇതിൻ്റെ പിന്നിൽ നല്ലൊരു റോളുണ്ട്. ഈ വിഷയം പുറത്തു വരാൻ നല്ലൊരു റോളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള പെൺകുട്ടിയാണ് സിനിമ നടി, അദ്ദേഹത്തിൻ്റെ പേര് റീന എന്നാണ് തോന്നുന്നു, ഐ ഡോണ്ട് നോ. പക്ഷേ ആ പെൺകുട്ടിയും ക്ലിയറായിട്ട്, അപ്പോൾ അദ്ദേഹത്തിന് 3.5 വർഷം നമുക്ക് ആ ഇഷ്യൂവിലേക്ക് തന്നെ വരാം. ഞാൻ ദൂരത്ത് അമേരിക്ക ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, എൻ്റെ ഒരു ചിന്ത ഞാൻ സാറിനോട് പറയാം. അപ്പോൾ ആ പെൺകുട്ടി 3.5 വർഷമായിട്ട് രാഹുലിനോട് സംസാരിക്കുന്നു.
ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ വളർന്നു വന്നവരാണല്ലോ. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടമോ സംസാരമോ ഉണ്ടായ അവരെന്നാ ചെയ്യുന്നത്, ആ നിമിഷത്തിൽ തന്നെ അവർ മറുപടി പറയാമല്ലോ, ഒരൊറ്റ നോട്ടം കൊണ്ട് നിർത്തും അല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാരം. അല്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അറ്റ കൈക്ക് വേണ്ടി വീണ് കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി അടിക്കുകയും ചെയ്യും. ഇപ്പം ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഇപ്പം ഭാര്യയുള്ള ആളല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഡേറ്റ് ചെയ്യാൻ തോന്നിക്കാണോ? അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയായിട്ടുള്ളൊരു ബന്ധം തുടങ്ങണമെന്നുള്ളൊരു താല്പര്യം വന്ന അതിനകത്തെ തെറ്റ്. ഇദ്ദേഹം സിസ്റ്ററോ ഒന്നുമല്ലല്ലോ, സ്വന്തം സഹോദരിയോ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയൊന്നുമല്ലല്ലോ. അപ്പോൾ ആ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, സാമാന്യ സൗന്ദര്യമുള്ള രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. വളരെ സൗന്ദര്യവും വളരെ പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹത്തോട് ഈ പെൺകുട്ടിക്ക് ഒരടുപ്പം തോന്നിയോണ്ടല്ലേ അവൾ 3-3.5 വർഷം രാഹുലിനോട് സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞാൽ പോലെ, എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന താല്പര്യമില്ല, നീ എൻ്റെ ഒരു സാധാരണ ഒരു സുഹൃത്ത് മാത്രമാണെന്ന് പറഞ്ഞാൽ പോരെ. അത് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറയേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ആ പെൺകുട്ടിക്ക് പറയാവുന്ന ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പേരൻസിനെ കൊണ്ട് വേണമെങ്കിൽ പെൺകുട്ടിക്ക് നേരിട്ട് രാഹുലിനോട് പറയാം, എന്നിട്ടും നിർത്തുന്നില്ലെന്നുണ്ടെങ്കിൽ പേരൻസിനെ കൊണ്ട് അവരുടെ വീട്ടിൽ പറയിപ്പിക്കാം, അമ്മയോട് വേണേൽ സംസാരിപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ അധ്യക്ഷനോട്, KPCC അധ്യക്ഷനോട് സംസാരിക്കാൻ ഇങ്ങനെ വിഷയമുണ്ട്, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. മീഡിയയുടെ മുമ്പിൽ ഇത് വന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അത് മാത്രമല്ല, ഈ പെൺകുട്ടി VD സതീശനുമായിട്ട് ഏറ്റവും അടുത്ത ആളുമാണ്. അപ്പം നിങ്ങളുടെ ഹൈപ്പോത്തസിസ്, നിങ്ങളുടെ ഊഹം ശരി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പോട്ട് അദ്ദേഹത്തിനിപ്പോൾ വേറൊന്നും പ്രശ്നമല്ല. സുധാകരനെ ഒതുക്കി, പിന്നെ സണ്ണി ജോസഫിനെ ഒതുക്കാത്തത് സണ്ണി ജോസഫ് ഇദ്ദേഹം പറയുന്നത് കേൾക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ KC വേണുഗോപാലും ഇദ്ദേഹത്തിന് സപ്പോർട്ടാണെന്നാണ് തോന്നുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫിയും കൂടെ ഒന്നിച്ചൊരു ശക്തമായ ഒരു വലിയ ജലപ്രളയം പോലെ, ഒരു തീവണ്ടി പാഞ്ഞു വരുന്ന പോലെ ഒരു ശക്തിയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അവർ എവിടെ നിന്നാലും ജയിക്കും. കേരളത്തിലെ ഇലക്ഷനിലെല്ലാം അവർ രണ്ടുപേരും കൂടെ വന്ന് പ്രചരണം നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് പോകും. അത് മാത്രമല്ല, UDF ഇനി വരാൻ സാധ്യതയില്ല. ഇനി ഇൻ കേസ് വന്നാൽ, ഭൂരിപക്ഷത്തിൽ വന്നാൽ, ആ സമയത്തൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതായ സാഹചര്യം വരുമ്പം ഈ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരിക്കും. കാരണം ഇവർ മറ്റുള്ള MLAമാരോട്ടുള്ള ബന്ധം, ഇവർക്ക് കോൺഗ്രസ്സിലുള്ള സ്വാധീനം, ഇത് സതീശന് അനുകൂലമാകത്തില്ലെന്നുള്ളൊരു തോന്നൽ പുള്ളിക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഹിഡൻ അജണ്ട ഇദ്ദേഹം കൂടെ അറിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ വന്നതെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇവിടേക്കുന്ന ആളെ എനിക്കറിയില്ല. പിന്നെ ഇവർ പറഞ്ഞു വരുന്ന ആരോപണങ്ങൾ, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. കാരണം രാഹുൽ തന്നെ വന്ന് ട്രാൻസ്ജെൻഡർ കുട്ടി പറഞ്ഞ് അത് പൊളിച്ചു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത് ഈ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ മറ്റുള്ള ഈ 24, ഇവർ രണ്ടുപേരും ഒരു ഇടതുപക്ഷത്തിലെ ഒരു പ്രമുഖൻ്റെ മാഫിയ ചാനലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവരിൽ കൂടെ തന്നെ വന്നൊരു ഇതാണ്. അവർക്ക് വേറെ ഇഷ്യൂ ഒന്നും പറയാനില്ല, വേറെ എന്തല്ല. ഇതൊന്നും ഈ രാഹുലിനെ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം വേറെ എന്തൊക്കെയോ അവർക്ക് മറയ്ക്കാനുണ്ട്. വേറെ ഇപ്പം ഗോവിന്ദൻ്റെ മകനെതിരായിട്ട് വന്ന ഇഷ്യൂ, ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന ആ ഓഡിയോ സന്ദേശം തന്നെ അതിന് യാതൊരു ആധികാരികതയില്ല. കാരണം അത് ആരുടെയാണ്? അത് മാത്രമല്ല, ഇവർ ആ വോയിസ്, ആ പെൺകുട്ടിയുടെ വോയിസ്, അത് പിന്നെ കറക്റ്റ് അത് മോർഫ് ചെയ്താണോ നമുക്കറിയത്തില്ല. അതിനകത്ത് എന്തെങ്കിലും, കാരണം അത് ക്ലിയർ ഒരാളുടെ യഥാർത്ഥ സൗണ്ടല്ല. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് AI ഇതോടുകൂടി ചെയ്തതല്ലേ. ഇനി അതിനകത്ത് രാഹുൽ പറയുന്നത്, രാഹുലിനൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഒരാൾക്ക് നാട്ടിലിപ്പോൾ ഒരാളോട് ബന്ധം ഉണ്ടാകുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് തെറ്റാണോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കാം സാറേ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോട് സംസാരിക്കാം,
അവരെ സ്നേഹിക്കാം, സ്നേഹിച്ച് വിവാഹം കഴിക്കാം. അതുമാത്രമല്ല, നല്ല സൗഹൃദത്തിലാണെങ്കിൽ അങ്ങനെ സൗഹൃദത്തിലിരിക്കുന്ന ഒരാളോട് ഇനി ഹോട്ടലിലേക്ക് വരാൻ, അതാണല്ലോ പറയുന്നത്, ഹോട്ടലിലേക്ക് വരാൻ. ഹോട്ടലിലേക്ക് വിളിച്ചാൽ എന്താ തെറ്റ്? നമ്മുടെ നാട്ടിൽ ആരും ഹോട്ടലിൽ താമസിക്കുന്നില്ലേ? ഹോട്ടലിലേക്ക് വിളിച്ചു, ഇഷ്ടമില്ലേ പോകണ്ട, അത്ര തന്നെ. ഹോട്ടലിൽ നമ്മുടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് 2 പേർക്ക്, പ്രായപൂർത്തിയായ 2 പേർക്ക് ഹോട്ടലിൽ മുമ്പ് പറ്റത്തില്ലായിരുന്നു, ഇപ്പം താമസിക്കാമെന്ന് സുപ്രീം കോടതി തന്നെയല്ലേ വിധിച്ചേക്കുന്നത്. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ താമസിക്കാമെന്നുള്ളതാണ്. അങ്ങനെ താമസിക്കുന്ന എത്രയോ കോൺഗ്രസ് ലീഡേഴ്സിനെ നമുക്കറിയാം. ഇപ്പം നമ്മുടെ MP ആയിട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാറിനകത്തൊരു സ്ത്രീയായിട്ട് പിടിച്ച ആളുകളെല്ലാം കൂടെ കൂടി, നാട്ടുകാരെല്ലാം കൂടെ കൂടി കൈയോട് പിടിച്ച് പുള്ളി നാണിച്ച് കുനിഞ്ഞിരിക്കുന്ന മീഡിയയിൽ ഞാൻ കണ്ട ആ ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഷോക്കായിപ്പോയി. അതുപോലൊന്നും ഈ വന്നിട്ടില്ലല്ലോ രാഹുലിന്. ഇപ്പോഴും രാജ്മോഹൻ MP ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം ഹോട്ടലിൽ വിളിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്, ഈ പറഞ്ഞു കേട്ടതിലൊന്നും സീരിയസ് ആയിട്ട് ഉള്ള ഒരു അലിഗേഷനും ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഒരു പെൺകുട്ടി പരാതിയായിട്ട് വന്നിട്ടില്ല. പ്രധാനമായിട്ട് വന്ന ആ ട്രാൻസ്ജെൻഡർ അവർ പറഞ്ഞത് കള്ളമാണെന്ന് രാഹുൽ തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ ആ സിനിമ നടി റീന, അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു കഴമ്പുമില്ല, ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പേര് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരന്വേഷണം പോലും നടത്തുന്ന, ഒരു 1 വീക്ക് എടുത്ത് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം ആ സിനിമാ നടി ഇത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതിൻ്റെ അന്ന് തന്നെ VD സതീശൻ വന്നിട്ട് നടപടി ഉണ്ടാകും. ആരായാലും പുള്ളി എന്നോ വീർമാശിയാണ്, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ, നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും, എത്ര വലിയ ആളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ചെറുപ്പക്കാരനോട് ചെയ്തതിൽ കൂടെ സമൂഹത്തിന് കൊടുത്തേക്കുന്ന ഒരു സന്ദേശം, ദിസ് ഈസ് ദ മെസ്സേജ്. ഞങ്ങളുടെ കൂടെ ആര് നിന്നാലും, അവരെത്ര ഹാർഡ് വർക്ക് ചെയ്താലും, പോലീസിൻ്റെ അടി കൊണ്ടാലും, അവരെത്ര കഴിവുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ ചാവിട്ടി ദൂരെ കളയും എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ തന്നെ ഈ ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും എത്രയോ ലൈക്കാണ് കൂടിയേക്കുന്നത്, എത്രയോ വ്യൂവേഴ്സാണ് കൂടിയേക്കുന്നത്. ഓരോ അമ്മമാർ വന്ന് പറയുന്നത് കേട്ടെ. അപ്പം ഇതിനകത്ത് ഉമ്മാ തോമസിനെ കൊണ്ടും അതുപോലെ ഷാനിമോൾ ഉസ്മാനെ, ബിന്ദുകൃഷ്ണൻ, ഇവരെ കൊണ്ടല്ല ഈ VD സതീശനല്ലേ പറയിപ്പിച്ചത്, അവരെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതല്ലേ. വളരെ തെറ്റാണ്. ഇതിന് സതീശനും കോൺഗ്രസ് പാർട്ടിയും ശക്തമായ വില കൊടുക്കേണ്ടി വരും. ഈ സതീശനെ എത്രയും പെട്ടെന്ന് ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് അങ്ങേരെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് ചവിട്ടി പുറത്താക്കി അടുത്ത ഒരു ലീഡർ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ, XY എന്ന് ഞാൻ പറയുന്നില്ല, മുമ്പോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിലം തൊടത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. സതീശനെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തു നിന്ന് മാറ്റുക, ഇതല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു ലീഡറെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക, ആരെയാണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ, XY. പക്ഷെ സതീശനെ മുമ്പ് നിർത്തിക്കൊണ്ട് അടുത്തൊരു ഇലക്ഷന് ജയിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട, അത് സ്വപ്നം മാത്രമായിരിക്കും. എൻ്റെ പേര് ബിജു, ഞാൻ കോഴിക്കോട് ജില്ലയിലുള്ള ആളാണ്. ഞാനേ ഈ രമേശ് ചെന്നിത്തലയെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അവന്റെ ആ മീശയും തലയുണ്ടല്ലോ, 2 സ്ഥലം, ആ 2 സ്ഥലം അവന് ഡൈ ചെയ്ത്, അതായത് പെണ്ണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഒരാളാണ്, കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന. പക്ഷെ അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇന്നത്തെ ഒരു എറണാകുളത്ത്, കോഴിക്കോട് ഞങ്ങളുടെ ജില്ലയിൽ വന്നിട്ട് കാണിച്ചൊരു കളിയുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ? അവൻ്റെ ഒരു ആക്ഷൻ കണ്ടായിരുന്നു? അവന്റെ ഒരു ആക്ഷൻ ഉണ്ട്. അവന്റെ ഒരു ആക്ഷൻ കാണിച്ചിട്ട് അവൻ എന്ത് കോപ്പുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ഒരു നല്ല നേതാവാണ് അവൻ. എനിക്ക് അവനെ വ്യക്തിപരമായിട്ട് ഒരു മെച്ചമില്ല. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ ഒരു വരുമാനം, എൻ്റെ ഒരു ഇതുകൊണ്ട് നടന്നു പോകുന്ന, അല്ല രാഹുൽ മാങ്കൂട്ടൊന്നും എന്നെ സഹായിക്കുന്നില്ല. പക്ഷെ അവനൊരു നല്ല നേതാവാണ്. അവനെ ഇല്ലായ്മ ചെയ്തിട്ട് ഈ നാറി, ഈ അടുത്ത നമ്മുടെ ഈ ഉണ്ടല്ലോ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നില്ലേ, അതിൽ പോലും പച്ച തൊടില്ല, അതിൽ പോലും ഇവൻ പച്ച തൊടാൻ പറ്റില്ല. ഇവനെന്ന് പറഞ്ഞ ആ സാധനം വെറും, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു കീറി ഷഡി ഇട്ടിട്ട് അതിന് അപ്പുറത്തേനോ ഇവൻ ചെറും വ്യഭിചാരിയാണ്. ഇവൻ ഈ VD സതീശൻ വന്ന വ്യഭിചാരിയാണ് അവൻ. അത്ര നാറിയാണ് അവൻ. എന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ശിക്ഷിക്കാൻ നിൽക്കുന്നത്. ഇത് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ആ ചെറുപ്പക്കാരനല്ലേ, ചെറിയ ചെറുപ്പക്കാരനല്ലേ, 10-15 വയസ്സല്ലേ ഉള്ളൂ. അവൻ എന്തെങ്കിലും വഴിക്ക് വഴിയുണ്ട്. ഈ പെണ്ണുങ്ങൾ എവിടെ ഉള്ളത്? ഒന്നുമില്ല. എല്ലാവരെയും കൂടി വടിയാക്കുന്ന ഒരു സാധനമാണ് ഈ രാഹുലിനെ സംബന്ധിച്ചോളം. അവനെ എനിക്ക് ഇഷ്ടപ്പെട്ട, അവന് ഷാഫി പറമ്പില്, ഉമ്മൻചാണ്ടിയുടെ മോൻ. ഞമ്മക്കൊക്കെ പിള്ളേരുണ്ട്, എനിക്ക് ഇവന്റെ പ്രായമുള്ള പിള്ളേരുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഈ
രമേശ് ചെന്നിത്തല ചെക്കനായി പണി കാണിക്കുന്നത് ഇവന് ഈ നാറി പണി കാണിക്കും. അവന്റെ ചിരി കണ്ടിട്ടുണ്ടോ? അവൻ ചോക്ലേറ്റ് ചിരി, അവന്റെ കൃത്രിമ ചിരി. ഇവനെ വല്ല പറ്റിയത് ഇതിനെക്കാൾ നല്ല പിണറായി വിജയനാ ഇനി അടുത്ത് ഭരിക്കണം നല്ലത്. അവന്റെ കൂടെ നിൽക്കുന്ന സംരക്ഷിക്കും. ഈ കേരളം വിറ്റവും മുടക്കും ഈ സതീശൻ സാധനം. ഇതിനെക്കാൾ 100% മെച്ചമാണ് പിണറായി വിജയൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലാന്ന്? എന്റെ സഹോദര പിണറായി വിജയൻ സാധനം അതിനെക്കാളും നമുക്ക് സംരക്ഷണം തരുന്ന ഒരാളാണ് ഞാൻ നോക്കിയിട്ട്. എനിക്കല്ല കേട്ടോ, എനിക്കല്ല, അവരുടെ പാർട്ടിക്ക്. ഈ നാറി എന്താ ചെയ്യുന്നത്? ഇവനെക്കാട്ടി വലിയവനാകുമെന്നൊരു തോന്നലവന് വന്നു കഴിഞ്ഞു. അതാണ് പ്രശ്നം. ഇന്നവൻ പറഞ്ഞത് ഈ നാട്ടിലെ അമ്മപങ്കന്മാർക്കോട്ടും സ്ത്രീകൾക്ക് വേണ്ടിയാ ഇപ്രകാരം ശക്തമായ നടപടി അവൻ എടുത്തതെന്ന്. അവൻ ആദ്യം ഷഡ്ഡി ഊരിയിട്ട് അവൻ ചെയ്ത പണി തെണ്ടിത്തരത്തിന് അങ്ങേറ്റം അവൻ ചെയ്തേക്കണേ. ലോക തെണ്ടിയാണ് ഈ സാധനം. ഈ എന്താവന്റെ പേര് മറ്റേ ഈ കണാപ്പ. അവന്റെ ചിരി നിങ്ങൾ കണ്ടോ? ചോക്ലേറ്റ് ചിരി, അവനെ കൃത്രിമ ചിരി. ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു 56 വയസ്സ് കഴിഞ്ഞു, ഞാനൊന്നും ഡൈ ചെയ്യുന്നില്ല. എന്തിനാ ഇവൻ ഡൈ ചെയ്യുന്ന ഡേസി? ഇവന്റെ ഷർട്ടും അവന്റെ ആ ഷഡ്ഡി കൂടെ അയച്ചിട്ട് കൊണ്ട് നേരെ നിർത്തി വയ്ക്കുക, ബാക്കി ഭാഗം മുഴുവൻ നരച്ചതാ. ഈ കോൺഗ്രസ് സംവിധാനത്തെ വളർത്തണമെങ്കിൽ ഞങ്ങൾ വളർത്തും, തളർത്തണമെങ്കിൽ ഞങ്ങൾ തളർത്തും, അത്രേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരെ ഒതുക്കിയിട്ട് ഇവനൊക്കെ എന്ത് ചെയ്യാനാ സഹോദര? ഈ പറവൂരിന്ന് ഇവൻ ജയിക്കുമോ ഇനി? ഈ എന്റെ സഹോദര പറവൂർ ഞങ്ങളുണ്ടെങ്കിൽ ഞാൻ അവനെ 8 തല്ലിൽ പൊട്ടിച്ചു കളയും. ഞാൻ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ പെട്ട ആളാ. തിരുവമ്പാടി മുസ്ലിം ലീഗിന്റെ കുറെ ആൾക്കാർ ഇവിടെ നിന്നായിരുന്നല്ലോ, ഞങ്ങൾ പൊട്ടിച്ച് ദൂരെ കളഞ്ഞില്ലേ? മുസ്ലിം ലീഗാണ് ഇവിടെ നിൽക്കണേ. ലീഗ് നിന്നാൽ ഈ പ്രാവശ്യം ഞങ്ങൾ പൊട്ടിക്കുക, BJP ചെയ്യും, ഞങ്ങളോട്ട് BJP ചെയ്യും. അതുകൊണ്ടാണ് യൂത്തിന് ഇവിടെ MLA അവന് ഞങ്ങൾ വോട്ട് ചെയ്തവരാ. എന്താ അവന്റെ പേര്? എന്റെ ഒരു കണാപ്പൻ വർഗവാദം ചെയ്യുന്നത്. ഞങ്ങൾ ഇതൊന്നുമല്ല. ഇനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ LDF ചെയ്യും. കാരണം അവർ സംരക്ഷിച്ചോട്ടെ. കേരളം മുടിക്കൂല ഇത്രയും. ഇനി പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരാൾ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണ്ട, നമ്മുടെ അടുത്തേക്ക് വരണ്ട. നമുക്ക് താല്പര്യമില്ല ഇതിനകത്ത്. കാരണം എനിക്ക് രാഹുൽ മാങ്കൂട്ട എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾ TV കാണുന്ന ചർച്ചയിലും അവൻ നല്ല ഗ്രാഹ്യമുള്ളവനും അറിവുള്ളവനും വിദ്യാഭ്യാസമുള്ളവനും. ഈ മണ്ടന്മാരെ മുഴുവൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിണറായിയുടെ വേറൊരു അവതാരമാണ് ഈ VD സതീശൻ എന്ന സാധനം. അവനെ വെച്ചിട്ട് നോക്കട്ടെ. ഇവിടെ നമ്മളൊക്കെ ചെയ്താലല്ലേ ഇവനൊക്കെ ഇതിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ 49-50 സീറ്റ് നിൽക്കുമല്ലോ. നിൽക്കും, അങ്ങനെ നിർത്തും. നമ്മൾ നിർത്തിയിരിക്കും അത്. കാരണം ശരിയാണ്, നിങ്ങൾ കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ അറിയോ, ഈ വേറൊരു ചാനലുണ്ടല്ലോ, ഒരുത്തനുണ്ടല്ലോ, വേറൊരുത്തൻ അവനെ ഒരു സ്പോർട്സുകാരെ കെട്ടിയൊരുത്തൻ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ ചെങ്ങായി പോലും ഇതിനകത്ത് എന്താ പ്രതികരിക്കാത്തത്? ഇനി നിങ്ങളുടെ കൂടെ എല്ലാവരും വരുമോ? നിങ്ങളുടെ ചാനൽ ഭയങ്കര റേറ്റിംഗിൽ വരും. നിങ്ങൾ എഴുതി വെച്ചോ അതിനകത്ത്. കാരണം ഇജാതി നെറിയേട് കാണിക്കുമ്പോൾ നിങ്ങൾ അത് അന്തസ്സായിട്ട് കൈകാര്യം ചെയ്ത കാര്യങ്ങൾ. അതാണ് നിങ്ങളുടെ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുക. അതാണ് അത് അങ്ങനെ ചെയ്യണം. കുറെ പാസ്റ്റർമാർ, കുറെ അച്ഛന്മാർ, അതൊക്കെ ഞാൻ നിങ്ങളെ വളരെയധികം കുറെ വീക്ഷിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ. ബിസിനസ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ബിസിനസ്സാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ക്രിസ്ത്യൻ മേഖലയിൽ ബിസിനസ്സാണ്. ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ചർച്ച. ഇതല്ല ഇപ്പോഴത്തെ ചർച്ചയെ സംബന്ധിച്ചോളം. നമ്മൾ ഈ മാങ്കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ആരും അല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അയാൾ. മനസ്സിലായോ? ഷാജിൻ സക്കറിയ, അവൻ മറ്റേ പേര് ഷാജിൻ സക്കറിയ. അവൻ എന്താ തൊലിക്കുന്നത്? എന്നിട്ട് അവൻ ഒന്നും ചെയ്യാനില്ല. അവനറിയാം ഇത് ഇതിനകത്ത് സത്യം ഇതാന്ന്. അവൻ റേറ്റിങ്ങിന് വേണ്ടി നിന്നിട്ട് അവന്റെ റേറ്റിംഗ് ഒക്കെ പൊളിഞ്ഞു പോകുന്നത്. ഷാജിൻ സക്കറിയ നിങ്ങൾക്ക് അറിയാമോ? ഷാജിൻ സക്കറിയനെ ഒരു അവരധികം അവനാണ് ഇവനെ വേറെ റേറ്റിംഗ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണേ. ഇവൻ ഭയങ്കര സംഭവം നടത്തി. ഞാൻ ചോദിക്കട്ടെ, ആര് നിന്നാൽ നമ്മളാണ് നിങ്ങളൊന്നും ഇത് ഈ പെണ്ണുങ്ങൾ നിന്നാൽ എവിടേക്ക് പോകാത്ത ആൾക്കാർ? അത് അവർക്ക് കുഴപ്പമില്ല. ഇവനെ കൊണ്ട് കുടുക്കിയിട്ട് ഇവനെ ഇല്ലായ്മ ചെയ്യുക. ഇതിൽ ആരുമല്ല, LDF അല്ല, BJP അല്ല. ഇതിനകത്ത് VD സതീശനും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആ ഒരു പടുകളവനും ഒരു ഇവനുണ്ട്, ആടും പെണ്ണി കെട്ട ഒരുത്തനുണ്ട്, വേറെ ആലപ്പുഴയും ജയിച്ചവൻ. അവൻ്റെയൊക്കെ ഒരു ഓഞ്ഞ ചിരിയും വെച്ചിട്ട് അതിനെക്കാട്ടിയൊക്കെ എത്രയല്ല K മുരളീധരൻ. ഞങ്ങളുടെ നാട്ടുകാരെ, ഞങ്ങൾ ഇവിടെ കോഴിക്കോടുള്ളതാണ് K മുരളീധരൻ. എത്ര അന്തസ്സുള്ളവനാണ് K മുരളീധരൻ. രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട് അവന്, അറിയാമോ? അതിനെക്കാട്ടി നല്ലതാണ് ശശി തരൂര്. ഈവൻ ചുമ്മാ ചോക്ലേറ്റ് ചിരിയും വെച്ചിട്ട് അവന്റെ മൊത്തം നരച്ചേക്കുന്ന അവന്റെ തലയും മുടിയും മാത്രം, ആ മീശയല്ലാണ്ട് വേറെ ഭാഗം അന്തസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി കാണിക്കട്ടെ ഞങ്ങളെ. ഇന്ന് നിങ്ങൾ ആശം കണ്ടോ കോഴിക്കോട് വന്നിട്ട് അവന്റെ ഇങ്ങനെ കൈ കാണിച്ചിട്ട്? എന്താ അവൻ ആരാ? അവന്റെ കണ്ണ് കറക്കിയിട്ടുള്ള കളി അവന്റെ ചെറുക്കനാണ് ഈ കളിച്ചെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദര, ഇവന്റെ പ്രായമുള്ള പിള്ളേർ നമുക്കുണ്ട്. നമ്മുടെ പിള്ളേർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവനൊരു മാതൃക കാണിച്ചിട്ട് സഹോദര നീ ചെയ്യരുത്, നീ നമ്മുടെ കൂടെ നിൽക്കണം, അതല്ലേ ചെയ്യേണ്ടത്. ഇവൻ ചവിട്ടി തൂക്കുന്ന പറഞ്ഞാൽ ഇതിനകത്ത് കോൺഗ്രസ് ഇല്ലാണ്ടായി പോട്ടോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാഹുൽ ഗാന്ധിനോ പ്രിയങ്ക ഗാന്ധിനോ, ഞങ്ങളുടെ MP ആണ് പ്രിയങ്ക ഗാന്ധി, അവരെ ഒന്ന് അറിയിക്കാൻ പറ്റും. നിങ്ങൾ അറിയിക്കരുത്. അതിന്റെ മോന്റെ കേസ് ഒന്ന് അറിയിച്ചു കൊടുക്ക്. ഇവൻ നിന്നാൽ 90%, അതൊരു സംശയം വേണ്ട. നമുക്കിപ്പോ ഇവനെ ഒന്നും ആശ്രയിച്ചല്ല. ഞങ്ങൾക്ക് കർണാടകയിലൊക്കെ നമ്മൾ അങ്ങനെ തോട്ടം എടുത്തോ അല്ലാതൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവന്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ഇവരെന്തെങ്കിലും പറയുന്നത് ഇത്രയും നികുതി കൂട്ടിയിട്ട്, ഈ ഭരണകൂടത്തെ നികുതി കൂട്ടിയിട്ട് ഇത്രയും സമയം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഇത് കുറയ്ക്കുമെന്ന് പറയുന്നില്ല ഇവരാരും. അർത്ഥത്തിൽ മുമ്പാൻ നിൽക്കുക. പിന്നെ ഈ VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി വിജയന് അമേരിക്കയിൽ വന്ന അയാൾക്ക് സ്വയം ഇത് പരിപാടിക്കാൻ പോലും ഇയാളും മുഖ്യമന്ത്രി ആവുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അയക്കെന്താ
അമേരിക്കയിൽ പോയി അയാൾക്ക് ചികിത്സിക്കണം. അയാൾക്ക് ചികിത്സയല്ല, അയാളുടെ മറ്റേ സാധനം പൊന്തിക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ടാവും പോകുന്നത്. അവന് വേറെ അസുഖമൊന്നുമില്ല, അസുഖം അവൻ്റെ കഴപ്പാണ്. എന്നിട്ട് അത് അയാൾ പോകുന്നതിന് അവന് കുഴപ്പമില്ല, അമേരിക്കയിൽ പോകുന്നതിന് കുഴപ്പമില്ല. എന്തിനാ ഇവിടെ ഇത്രയും സംവിധാനം ഇല്ലേ ഗവൺമെൻറ് കോളേജിലൊക്കെ? മെഡിക്കൽ കോളേജ് സംവിധാനം ഇല്ലേ? മെഡിക്കൽ കോളേജ് സംവിധാനമുള്ള സ്ഥലത്ത് എന്തിനാണ് ഈ പിണറായി വിജയൻ അമേരിക്കയിൽ പോകുന്നത്? അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ വി ഡി സതീശൻ. അവൻ മുഖ്യമന്ത്രി ആവുന്ന പ്രതീക്ഷിക്കുന്നതാണ്. അവനെ ഉറപ്പിച്ച് നിൽക്കുക. അവനെ പൊട്ടിച്ചിട്ട് കോൺഗ്രസ് തന്നെ വരില്ല, ഇതിനകത്തേക്ക് കോൺഗ്രസ് തന്നെ വരില്ല. അതിൽ ബി ജെ പിക്കുള്ള ചാൻസ് നമ്മൾ ഒരുക്കി കൊടുക്കൂടെ, അത്രേ ഉള്ളൂ ഇതിനകത്തുള്ള. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിനെ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊടുക്ക്. ഇങ്ങനെ സംഭവമാണ്. ഇവനെ മാറ്റിയില്ലെങ്കിൽ ഇവന് കോഴിക്കോട് എന്താ അംഗങ്ങളെ കുറിച്ച് കോഴിക്കോട് എൻ്റെ അടുത്തേക്ക് ഒരു കോൺഗ്രസ്സുകാർ ഒരു മരുന്ന് ചോദിച്ച് വരണ്ട, എനിക്ക് താല്പര്യമില്ല. അതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് എൽ ഡി എഫിലൂടെ അവർ നമ്മളെ സംരക്ഷിക്കും, ഉറപ്പായിട്ട് സംരക്ഷിക്കും. ഞങ്ങളൊക്കെ എന്ത് വന്നാലും ഇന്ന് നെറുകേട് കളിച്ചത് സംരക്ഷിക്കും. ആ ചെക്കനെ കളഞ്ഞില്ലേ? ഞാനിവിടെ അവനൊരു അമ്മ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്വാഭാവികമായിട്ട് അത്ര തെണ്ടിത്തരല്ലേ കാണിച്ചേക്കണേ? അല്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഒരു അമ്മ, ഞാൻ ഇവനെ നമ്മൾ നിങ്ങളുടെയൊക്കെ ചാനലിൽ കണ്ടിട്ടുള്ളതേ, അല്ലാണ്ട് നമുക്കൊന്നും ഇവനെ അറിയില്ല, ഇവനെ അറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ എന്താ പ്രതികരിക്കാത്തത്? പിന്നെ മൂവാറ്റുപുഴ MLA അയാൾ എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അത് വക്കീലല്ലേ? മൂവാറ്റുപുഴ MLA എന്താ മിണ്ടാത്തത്? അവരൊന്നും മിണ്ടുന്നില്ല. ഇവരൊക്കെ പേടിച്ചിരുന്നതാ. അതാണ് എല്ലാരെക്കാട്ടി മിടുക്കനായിരുന്നു, നല്ല മിടുക്കൻ. എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് സത്യം പറയണം, എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അവന്റെ നമ്പർ അറിയാമെങ്കിൽ ദൈവത്തെ ഓർത്ത് എന്റെ നമ്പർ അവന് കൊടുക്ക്, ഞാനോട് സംസാരിക്കാം മൊത്തം. രാഹുലിനെ എത്രയും വേഗം തിരികെ എടുത്തില്ലെങ്കിൽ ത്രിമൂർത്തികളുടെയും പാർട്ടിയുടെയും അടിത്തറ പ്രവർത്തകർ തന്നെ തകർക്കും. മിഷൻ 60 മൂന്നാം ദിനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.